ആഖിറിലാണ്. ശംസുൽ ഉലമയുടെ മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ ഒക്കെ വഫാത്ത് റബീഉൽ ആഖിറിലാണ്. ഒരുപാട് മഹത്തുക്കൾ വേറെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അവർക്കും സ്വർഗ്ഗലോകത്ത് കണ്ടുമുട്ടാനുള്ള ഭാഗ്യം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവർ ജീവിച്ചത് അഭിമാനമായ സന്തുഷ്ടമായ ഒരു അന്ത്യം ലഭിക്കാൻ വേണ്ടിയാണ്. മരിക്കുന്ന സമയത്ത് സന്തോഷത്തോടുകൂടെ മരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആഗ്രഹവും അത് തന്നെയാണ്. മുഅ്ജമു തബറാനിയിൽ ഇമാം തബറാനി തങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. സ്വഹാബത്തിന്റെ കാലത്ത്, റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് ഒരാൾ വഫാത്താകുന്നു. മാത റജുലുൻ അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅത്ന അലൈഹി സ്വഹാബ. അദ്ദേഹം വഫാത്തായപ്പോ സ്വഹാബികളെല്ലാം അദ്ദേഹത്തെ കുറിച്ച് വളരെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. വവസഫൂഹു ബിൽ ജിദ്ദി വൽ ഇജ്തിഹാദ് ഫിൽ ഇബാദ. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം മരിച്ചുപോയ ആ മനുഷ്യൻ നബിയെ വലിയ ത്യാഗിയായിരുന്നു, ഇബാദത്തിൽ ഉത്സാഹമുള്ള ആളായിരുന്നു, നിസ്കാരത്തിൽ ആനന്ദമുള്ള ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, ഹൽ കാന സാഹിബുക്കും യുക്സിറു മിൻ ദിക്രിൽ മൗത്ത്. നിങ്ങളുടെ കൂട്ടുകാരൻ മരണത്തെ സംബന്ധിച്ച് ധാരാളം ഓർക്കാറുണ്ടായിരുന്നോ, പറയാറുണ്ടാവും. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി. ഒരാൾക്ക് എന്തിനെയെങ്കിലും ഇഷ്ടമായാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളെ ഇഷ്ടമായാൽ ആ ആളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യന്റെ സ്വഭാവം അതാണ്. ഇദാ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രി. പൈസ ഇഷ്ടമുള്ളവർ എപ്പോഴും കച്ചവടത്തിന്റെ കാര്യം പറയും. സിനിമയും പാട്ടും ഇഷ്ടമുള്ളവർ പുതിയത് വല്ലതും റിലീസായോ ആ കഥയെ പറയുള്ളൂ. സ്വാലിഹീങ്ങളെയും ആബിദീങ്ങളെയും ഇഷ്ടമുള്ളവർ അവരുടെ കഥയെ പറയുള്ളൂ. മൻ അഹബ്ബ ശൈഅൻ അക്സറ മിൻ ദിക്രിഹി. ഹബീബായ തങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ ഈ കൂട്ടുകാരൻ എത്രയും നല്ല സുഹൃതമുള്ള ആളാണെന്ന് നിങ്ങൾ പറയുന്ന ഇയാൾ ഹൽ കാന സാഹിബുക്കും യുക്സിറു മിൻ ദിക്രിൽ മൗത്ത്. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, ഇല്ല. തങ്ങളടുത്ത ചോദ്യം, ഹൽ കാന സാഹിബുക്കും യത്റുകു കസീറൻ മിമ്മാ യഷ്തഹി. ശരീരത്തിന് ആഗ്രഹമുള്ള പലതും വേണ്ടെന്ന് വെക്കാറുണ്ടായിരുന്നോ? ആഗ്രഹമുള്ളത് വേണ്ടെന്ന് വെക്ക. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഭക്ഷണം, ജാഅഹു ബിഫതൂർ, രാവിലെ കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്നവർ മുബശ്ശറും ബിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന സ്വഹാബിയാണ്. നബി തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ച 10 അശ്റത്തുൽ മുബശ്ശരീങ്ങളിൽ പെട്ട മഹാൻ. ആ ഫതൂർ കൊണ്ടുവന്ന് വെച്ചപ്പോ, പ്രാതൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോ ബഖാ, വല്ലാത്ത കരച്ചിൽ. ചോദിച്ചു, എന്തായി കരയുന്നത്? എനിക്കിത് കഴിക്കാൻ പറ്റില്ല, ആഗ്രഹമുണ്ട്, വിശപ്പുണ്ട്. തദക്കർതു മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഫീ അഹ്ദി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് മുസ്അബ് ബിൻ ഉമൈർ എന്നവരുടെ മരണം ഞാൻ ഓർത്തുപോവുകയാണ്. മഹാൻ വഫാത്തായപ്പോ ആ പരിശുദ്ധമായ ശരീരം മൂടിവെക്കാൻ, കഫം പുടയായി ശരീരം മറക്കാൻ, ശരീരത്തിൽ പൊതിയാൻ കഫം പുട കൊണ്ടുവന്നപ്പോൾ തല മറച്ചു കഴിഞ്ഞാൽ കാലുപുറത്ത്, കാലു മറച്ചാൽ തലപുറത്ത്, അങ്ങനെ കൃത്യമായ ഒരു വസ്ത്രം കൊണ്ടുപോലും തല മറക്കാൻ, ശരീരം മറക്കാൻ കഴിയാത്ത വിധം ഞങ്ങൾ പ്രയാസപ്പെട്ടു പോയി. പുല്ലുകൾ വെച്ച് കഫം ചെയ്യേണ്ടി വന്ന മുസ്അബ് ബിൻ ഉമൈർ എന്നവർ ഒരു കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്ന ആളായിരുന്നു, എന്തെല്ലാം സൗകര്യങ്ങളുള്ള ആളായിരുന്നു. പക്ഷെ അള്ളാഹ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചവരാണ്. അത് ഓർക്കുമ്പോൾ എനിക്ക് മഹാന ഓർമ്മ വരികയാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷാമിൽ നിന്ന് മടങ്ങി വരുമ്പോ ദാഹാർത്തനായി, ദാഹിച്ച് വിഷമിച്ച് ഒരിച്ചു വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ചു പോകുന്ന നേരത്ത് തണുത്ത ഒരു ഗ്ലാസ് വെള്ളം, മൺകൂജയിൽ വെച്ച വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ ആ വെള്ളം ചുണ്ടിനോട് ചേർത്ത് വെച്ച് കുടിക്കാതെ താഴെ വെച്ചുകൊണ്ട് പറഞ്ഞു, ഖശീതു, ഞാൻ പേടിക്കുകയാണ്, അയ്യുഅജ്ജിലല്ലാഹു അജ്റനാ ഫിദ്ദുനിയാ. അള്ളാഹു നമുക്ക് തരാനുള്ള എല്ലാ പ്രതിഫലവും ദുന്യാവിൽ തന്നെ തന്നേച്ചു പോവുകയും നാളെ പരലോകത്ത് നിങ്ങൾക്കൊന്നുമില്ല എന്ന് നമ്മളോട് അള്ളാഹു പറയുമോ? അള്ളാഹുവിന്റെ വചനം ഞാൻ പേടിക്കുകയാണ്. അദ്ഹബതും ത്വയ്യിബാതികും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഈ ലോകത്തെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാം കിട്ടിക്കഴിഞ്ഞല്ലോ, ഇനി പരലോകത്ത് ഒന്നുമില്ലെന്ന് അള്ളാഹു പറയുമോ? അതുകൊണ്ട് ഞാൻ കുടിക്കണില്ല.
ഹബീബായ നബി തങ്ങൾ സ്വഹാബിമാർ പുകഴ്ത്തി പറഞ്ഞ ഈ മനുഷ്യനെ കുറിച്ച് ചോദിക്കുന്നു, ഹൽ കാന സാഹിബുക്കും യത്റുകു കസീറൻ മിമ്മാ യഷ്തഹി. ആഗ്രഹമുണ്ടായിരുന്ന ഹലാലായ പലതും അള്ളാഹുവിന് വേണ്ടി ഹലാല് പോലും മാറ്റിവെക്കാറുണ്ടായിരുന്നോ? അദ്ദേഹം മരണത്തെക്കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നോ? ആ മരിച്ചുപോയ മനുഷ്യൻ എത്രയും നല്ല പുണ്യം ചെയ്ത ആളാണെന്ന് സ്വഹാബിമാർ പറഞ്ഞപ്പോ മുത്തനബി തങ്ങൾ ചോദിച്ച 2 ചോദ്യങ്ങളാണിത്. ഹൽ കാന യുക്സിറു മിൻ ദിക്രിൽ മൗത്ത്. മരിച്ചു പോവണം എല്ലാം പൂട്ടിവെച്ച് എല്ലാവരോടും യാത്ര പറഞ്ഞ് കർമ്മങ്ങൾ മാത്രമായി കൂടെ കിടക്കാൻ ഒരാളുമില്ലാതെ ഒറ്റക്ക് ഒരു റൂമിൽ ഒറ്റക്ക് കിടക്കുന്ന പോലെയുമല്ല, ഒരു ഖബറിന്റെ ഇടുങ്ങിയ വഴികളിൽ ഇടുങ്ങിയ ഖബറിന്റെ കുഴിയിൽ ഒറ്റക്ക് കിടക്കേണ്ടവനാണെന്ന ബോധം എപ്പോഴെങ്കിലും മനസ്സിൽ വരുന്നത് പോലെയല്ല, നിരന്തരം ഓർക്കേണ്ടത് മുഅ്മിനായ മനുഷ്യന്റെ ചിന്തയാണ്. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ഓർമ്മ. അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ലാ നബിയേ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഫഖാല റസൂലുള്ളാഹ്. ഇത് കേട്ടപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വരുന്നത്. മാ ബലഗ സാഹിബുക്കും കസീറൻ മിമ്മാ തഖൂലൂന. നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും നിങ്ങളുടെ കൂട്ടുകാരൻ എത്തിയിട്ടില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും അയാൾക്ക് ഉയർച്ചയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എത്താൻ കഴിയണമെങ്കിൽ ജീവിതത്തിൽ ധാരാളം മരണാനന്തരമുള്ള ജീവിതത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിൽ തെളിയണം. അതുള്ള ഒരാൾ സമ്പത്തിന് വേണ്ടി ആരോടും പിണങ്ങില്ല. ആ ചിന്തയുള്ള ഒരാൾ ഒരാളോടും വൈരാഗ്യം വെച്ച് ജീവിക്കില്ല. ആ ചിന്തയുള്ള ഒരാൾ തിന്മയുടെ പിന്നാലെ ഓടുകയില്ല. ആ ചിന്തയുള്ള ഒരാൾ സമയം അനാവശ്യമായി നഷ്ടപ്പെടുത്തുകയില്ല. മാ ബലഗ സാഹിബുക്കും കസീറൻ മിമ്മാ തഖൂലൂന. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ കഴിഞ്ഞില്ലെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വിഷയം അന്ത്യശ്വാസം, വിശ്വാസിക്ക് ആശ്വാസം എന്നതാണ്. ലോകത്തോട് വിട പറയുന്ന നേരം അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ജഅൽ അസ്അദ അയ്യാമിനാ യൗമ നൽഖാക്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസം ഈ ലോകത്തോട് ഞങ്ങൾ യാത്ര പറഞ്ഞ് നിന്നെ കാണാൻ വരുന്ന ദിവസമായിരിക്കണം. അള്ളാഹുവിനെ കാണാനുള്ള ഒരു മോഹം നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നതിനാണ്. മുതഅല്ലിമീങ്ങൾ എന്തിന് ഇൽമ പഠിക്കണം? പഠിച്ച ഇൽമ എന്തിന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം? സൃഷ്ടാവായ അള്ളാഹുവിനോട് സ്നേഹമുണ്ടാവണം. നമ്മെ സൃഷ്ടിച്ചവനെ കണ്ണുകൊണ്ട് ഇവിടെ കാണാൻ നമുക്ക് സാധ്യമായില്ല. അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന ലോകം നാളെ ആഖിറത്തിന്റെ ലോകമാണ്. അതിനെക്കുറിച്ച് ആലോചന വേണം, ചിന്ത വേണം, അതിനെക്കുറിച്ച് പ്ലാനിങ് വേണം. അതുകൊണ്ടാണ് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ഷാമിൽ കിടന്ന് വഫാത്താകുമ്പോ മഹാനവറുകളുടെ ഭാര്യ പറയുന്നത്, വാ ബിലാലാ വാ ഹുസ്നാ. ബിലാലേ, എന്റെ ഭർത്താവേ, നിങ്ങളുടെ വിയോഗത്തെ ചൊല്ലി ഞാൻ വല്ലാത്ത സങ്കടത്തിലാണെന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞപ്പോ ബിലാൽ തങ്ങൾ കൊടുത്ത മറുപടിയുണ്ട്, വാ തുറബാ. ആനന്ദമേ, ആനന്ദമേ, സങ്കടമേ എന്ന് ഭാര്യ പറയാണ്. മരിക്കുന്ന സക്കറാത്തിൽ കിടക്കുന്ന ബിലാൽ എന്നവര്, വാ തുറബാ ഗദൻ നൽഖൽ അഹിബ്ബാ മുഹമ്മദൻ വസ്വഹ്ബ. എന്റെ ആനന്ദമേ, നാളെയാണല്ലോ അല്ലാഹുവിന്റെ റസൂലിനെ ഞാൻ കാണാൻ പോകുന്നത്. നാളെയാണല്ലോ ഹബീബിന്റെ സ്വഹാബിമാരെ ഞാൻ കാണാൻ പോകുന്നത്. എന്റെ കണ്ണുകൾക്ക് ഇന്ന് കാണാൻ കഴിയാത്തവർ എന്റെ മരണത്തിന് ശേഷം എനിക്കവരെ കാണാൻ കഴിയുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഹബീബായി തങ്ങൾ പറയാറുള്ളത്, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്. മുഅ്മിനായ മനുഷ്യന്റെ സമ്മാനമാണ്, മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമ്മാനമാണത്രേ അൽ മൗത്ത്. നമ്മളൊക്കെ പേടിച്ചോടുന്ന മരണം മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമ്മാനമാണ്. സമ്മാനം ആരെങ്കിലും വേണ്ടെന്ന് വെക്കാറുണ്ടോ? തുഹ്ഫയാണത്, സമ്മാനമാണത്. മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ കൊതിക്കുന്നവനാണ്, അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നവനാണ്. നമ്മുടെ ഈമാനിക വെളിച്ചം കൊണ്ട്, ഇൽമിന്റെ വെളിച്ചം കൊണ്ട് ഖൽബിലുണ്ടായി തീരേണ്ട മഹബ്ബത്ത് അതാണ്. എനിക്ക് അല്ലാഹുവിനെ ഒന്ന് കാണണം. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാണ് നമുക്കറിയില്ല, അല്ലാഹുവിനെ നമുക്ക് കാണാൻ കഴിയും. വൽ ഈമാനു ബിഹി വാജിബുൻ, അത് നമുക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ്. അല്ലാഹുവിന്റെ വുജൂദ്, അല്ലാഹുവിന്റെ ദാത്തിനെ നമുക്ക് കാണാൻ കഴിയും. വൽ കൈഫ മജ്ഹൂൽ, എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വദർബിൻ മിൻ മിസാലി
فينسون النعيم إذا رأوه فيا خسران أهل الاعتزال. മുഅ്മിനീങ്ങൾ അല്ലാഹുവിനെ കാണും. ആ കാഴ്ചയിലേക്കുള്ള കവാടമാണ് മരണം കൊണ്ടുണ്ടായിത്തീരുന്നത്. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ വഫാത്ത് നടന്ന മാസമാണിത്. അഷ്റഫുൽ ഖൽഖിന്റെ വഫാത്തിനും നബി തങ്ങളുടെ മീലാദിനും സാക്ഷ്യം വഹിച്ച റബീഉൽ അവ്വലിന് ശേഷം എത്രയോ മഹത്തുക്കളെ നമ്മൾ ഓർക്കുകയാണ്. അവർ വഫാത്തായിട്ട് വർഷങ്ങള്, നൂറ്റാണ്ടുകൾ കഴിഞ്ഞു പോയിട്ടും മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമ്മാനമാണത്രേ തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത് എന്ന് മഹാനായ അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്. മഹാനായ ഹബീബ് തങ്ങൾ പറയുന്നു, മുഅ്മിനായ മനുഷ്യന്റെ ഒരു സമ്മാനം മരണമാണത്രേ. തങ്ങൾ പറയാറുണ്ട്, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സ്വലാ ലം യംനഉഹു മിൻ ദുഖൂലിൽ മൗത്ത് മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്. എല്ലാ ഫർള് നിസ്കാരം കഴിയുമ്പോഴും ആയത്തുൽ കുർസി ഓതാൻ മറക്കരുത്. അയ്യു ആയത്തിൻ അഅലമു ഫീ കിതാബില്ലാഹി യാ ഉബയ്യ് ഇബ്നു കഅബ, അല്ലാഹുവിന്റെ കിതാബിൽ ഏറ്റവും ശ്രേഷ്ഠമായ വചനം ഏതാണെന്ന് മഹാനായ സയ്യിദുൽ ഖുറാ ഉബയ്യ് ഇബ്നു കഅബ തങ്ങളോട് നബി തങ്ങൾ ചോദിക്കുകയുണ്ടായി. അല്ലാഹു വറസൂലുഹു അഅലം എന്ന് മറുപടി കൊടുത്തു. എനിക്കറിയില്ല നബിയെ. ഒന്നുകൂടെ ചോദിച്ചു, യാ ഉബയ്യ് ഇബ്നു കഅബ അയ്യു ആയത്തിൻ അഅലമു ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കിതാബിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത് ഏതാണ്? ആയത്തുൽ കുർസി എന്ന് മറുപടി കൊടുത്തപ്പോ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിൽ ഹബീബായ നബി തങ്ങൾ കൈകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു, ലിയഹ്നികൽ ഇൽമു യാ അബുൽ മുൻദിർ, അബുൽ മുൻദിറെ, നിങ്ങൾക്ക് വിജ്ഞാനം അല്ലാഹു നൽകിയിരിക്കുന്നു. ആ വിജ്ഞാനം നിങ്ങൾക്ക് ഞാൻ ആശീർവദിക്കുകയാണെന്ന്. ലിയഹ്നികൽ ഇൽമു യാ അബുൽ മുൻദിർ. ആയത്തുൽ കുർസി അഅലമു ആയത്തിൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണത്. എല്ലാ ഫർള് നിസ്കാരം കഴിഞ്ഞാലും ഒരു തവണ ആയത്തുൽ കുർസി ഓതണം. സുബഹി കഴിഞ്ഞാൽ ദുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഒരു ദിവസം 5 ആയത്തുൽ കുർസി. നിസ്കാരം കഴിഞ്ഞാൽ, ഫർള് നിസ്കാരം കഴിഞ്ഞാൽ മൻ ഖറഅ ആയത്തുൽ കുർസി ഫീ ദുബുരി കുല്ലി സ്വലാഹ്, എല്ലാ നിസ്കാരം കഴിഞ്ഞാലും ആയത്തുൽ കുർസി ആരെങ്കിലും ഓതിയാൽ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നതി ഇല്ലാ അൻ യമൂത്ത്, സ്വർഗത്തിൽ കടക്കാൻ പിന്നെ ഒരേ ഒരു തടസ്സമേ ഉള്ളൂ, അവന്റെ മരണമല്ലാതെ. ആ മരണം നടന്നാൽ, മരിക്കലല്ലാതെ പിന്നെ ഒരു തടസ്സവുമില്ല. മരിക്കലല്ലാതെ ആ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗമാണ്. മരിക്കുക എന്നതല്ലാതെ സ്വർഗത്തിൽ കടക്കാൻ അവിടെ തടസ്സമില്ല. മരിക്കാതിരിക്കലാണ് അവിടുത്തെ തടസ്സം. മരിക്കുന്നത് തടസ്സം നീങ്ങലാണ്. ഇല്ലാ അൻ യമൂത്ത്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗം ഉറപ്പാണ്. ആ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് നമുക്ക് അല്ലാഹു ജന്മം തന്നതുപോലെ ഇനി നൽകാനിരിക്കുന്ന മരണവും സ്വർഗത്തിലേക്ക് പോകാനുള്ള കവാടമെങ്കിൽ തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മരണമാണ് മുഅ്മിനായ മനുഷ്യന്റെ സമ്മാനമെങ്കിൽ അത് മാത്രം പോരെ. വലിയ അഭിമാനമാണ്. അല്ലാഹുവേ, നിന്നെ കണ്ടുമുട്ടാനുള്ള മഹാഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകണേ തമ്പുരാനെ. നമ്മുടെ എല്ലാ അധ്വാനത്തിന്റെയും അവസാനം അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഉംറക്ക് പോകുന്നതിനാണ്, ഹജ്ജിന് പോകുന്നതിനാണ്, ദീനീ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നത്, ഇവിടെ മുത്തഅല്ലിമീങ്ങൾ വന്ന് പഠിക്കുന്നത്, ഉസ്താദുമാര് പഠിപ്പിക്കുന്നത്, കമ്മിറ്റി ഭാരവാഹികള്, എത്രയെല്ലാം ത്യാഗം. എന്താ നമ്മുടെ അവസാന ആഗ്രഹം? ഈമാൻ കിട്ടി മരിക്കണം, അല്ലേ? സ്വർഗത്തിലേക്ക് പോകണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലൗ അലിമൽ ആബിദൂന അന്നഹും ലാ യറൗന റബ്ബഹും ലദാബൂ വതതീഷു ഉഖൂലുഹും യുസ്അഖൂന വയഹ്ലികൂൻ. ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് നിങ്ങൾക്ക് നാളെ അല്ലാഹുവിനെ കാണാൻ കഴിയില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ലദാബൂ, ആബിദീങ്ങൾ മുഴുവനും ഉരുകിത്തീരുമായിരുന്നു. അവരുടെ ബുദ്ധി സ്ഥിരത നഷ്ടപ്പെടുമായിരുന്നു. വയുസ്അഖൂന, അവര് ബോധം കെട്ട് വീണു പോകും. വയഹ്ലികൂന, അവര് സങ്കടം കൊണ്ട് മരിച്ചു പോകും. അല്ലാഹുവിനെ നാളെ കാണാൻ കഴിയില്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ. ഇബാദത്ത് ചെയ്യുന്നവരെ മുഴുവനും ആഗ്രഹിക്കുന്ന എന്താ? എന്റെ മഅബൂദും ബിഹഖ്, ഞാൻ ആരുടെ മുമ്പിലാണോ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്, ആ അല്ലാഹു ആരോ, ആരുടെ മുമ്പിൽ കിടന്ന് സുജൂദിൽ തലവെച്ചുകൊണ്ടാണോ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന് പറയുന്നത്, എന്റെ സർവേശ്വരനായ അല്ലാഹുവേ നീ ഏറ്റവും ഉന്നതനാണ്. അപ്പറയുന്ന തമ്പുരാനെ നാളെ കാണാൻ കഴിയില്ലെന്നോ?
കഴിയുമെന്നാണ് നബി തങ്ങൾ പഠിപ്പിച്ചത്. പക്ഷെ കഴിയില്ല എന്നായിരുന്നുവെങ്കിൽ ലദാബൂ, ആബിദീങ്ങൾ മുഴുവനും ഉരുകിത്തീരുമായിരുന്നു. അത്വാശതുഖൂലുഹും, അവരുടെ ബുദ്ധി അവർക്ക് നഷ്ടപ്പെടുമായിരുന്നു. വയുസ്അഖൂന വയഹ്ലികൂൻ, അവർക്ക് ബോധം നഷ്ടപ്പെടുമായിരുന്നു, അവരെ മരിച്ചു പോകുമായിരുന്നു. റബ്ബിനെ കാണില്ല എന്ന് പറയുകയായിരുന്നെങ്കിൽ റബ്ബിനെ കാണും. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ വഇദ്റാകിൻ വളർബിൻ മിൻ മിസാലി. എങ്ങനെയാണ് ആ കാഴ്ച നമുക്കറിയില്ല, ഉദാഹരണം പറയാൻ കഴിയില്ല. എങ്ങനെ എന്നതിന്റെ കൈഫിയത്ത് മജ്ഹൂലാണ്, നമുക്കറിയില്ല. എങ്ങനെ എന്ന് പറയാൻ കഴിയില്ല. ഇദ്റാഖല്ല അവിടെ സംഭവിക്കുന്നത്. അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് അവനെ കാണാനുള്ള അള്ളാഹുവിന്റെ നൂറിന്റെ കശ്ഫുകൾ, സിത്റുകൾ അള്ളാഹു കശ്ഫ് ചെയ്തു കൊടുക്കുന്നു, മറനീക്കി കൊടുക്കുന്നു. ആ ഒരു കാഴ്ച ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ ലോകത്ത് നമ്മൾ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നത്. മരണത്തോടുകൂടെ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്. ഈ ലോകം മുഅ്മിനായ മനുഷ്യന്റെ ജയിലാണ് എന്ന ഹദീസുണ്ട്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വജന്നത്തുൽ കാഫിർ എന്ന് സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ് അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുന്നത്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ, ഈ ലോകം മുഅ്മിനായ മനുഷ്യന്റെ ജയിലാണ്, തടവറയാണ്. വജന്നത്തുൽ കാഫിർ, കാഫിറായ മനുഷ്യനാണെങ്കിലോ കാഫിറിന്റെ സ്വർഗവുമാണ്. മുഅ്മിനായ മനുഷ്യന്റെ നരകമാണത്രേ ഈ ലോകം. മുഅ്മിനായ മനുഷ്യന്റെ സിജ്ന്, ജയിലാണ്, തടവറയാണത്രേ ഈ ലോകം. എന്താ തടവറയുടെ പ്രശ്നം? തടവറയിൽ നിൽക്കുമ്പോ ഭാര്യയെ, മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, കൂട്ടുകാരെ കാണാൻ കഴിയില്ല, അവരുടെ കൂടെ ഇരിക്കാൻ കഴിയില്ല. ജയിലിൽ ഒറ്റക്കാണ്. മുഅ്മിനായ മനുഷ്യൻ അള്ളാഹുവിനെ കാണാതിരിക്കുമ്പോൾ അവൻ ജയിലിൽ തന്നെയാണ് എന്ന് ആ ജയിലെന്ന പദപ്രയോഗത്തിന് അള്ളാഹുവിന്റെ റുഇയത്ത് സാധ്യമാവാത്ത ഒരു ലോകമാണ് ഈ ലോകം. മൂസ നബിയോട് അള്ളാഹു പറഞ്ഞുവല്ലോ, ലൻ തറാനി, മൂസ നബിയെ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധ്യമേ അല്ല. ലൻ ബീദിനാണ്, പക്ഷേ ഫിൽ ഹയാത്തി ദുനിയ, ഈ ലോകത്ത് വെച്ച് കാണാൻ കഴിയില്ല എന്നതിനർത്ഥം. എന്നാൽ ആഖിറത്തിൽ കാണാൻ കഴിയും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊതിച്ചുപോയി, റബ്ബി റബ്ബി അരിനീ അൻദുർ ഇലൈക്, ഞാൻ നിന്നെയൊന്ന് നോക്കട്ടെ, എനിക്ക് നിന്നെയൊന്ന് കാണിച്ചു തരുമോ? ആ ഒരു കാഴ്ച അല്ലാഹു നൽകിയത് ഹബീബുനാ വ മഹ്ബൂബുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. ആ റബ്ബിനെ കാണാൻ കഴിയാത്ത ഈ ലോകം നമുക്ക് ജയിലാണ്. ജയിലിലിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടവരെ കാണാൻ കഴിയില്ലല്ലോ. നമ്മുടെ മഹ്ബൂബ്, നമ്മുടെ സട്ടാവല്ലെങ്കിൽ, നമുക്ക് ജീവൻ നൽകിയവനെ, നമുക്ക് ഈമാൻ തന്നവനെ, നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞു വിട്ട അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമുക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ ആരെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്? അള്ളാഹിന്റെ മഹ്ബൂബിനെ, നബി തങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ സ്നേഹിക്കേണ്ടത്? ആദ്യമായും അവലായും സ്നേഹിക്കപ്പെടാൻ അല്ലാഹു, പിന്നെ അള്ളാഹിന്റെ മഹ്ബൂബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റബ്ബിനെ കാണാൻ കഴിയാത്ത ഈ ലോകം മുഅ്മിനായ മനുഷ്യന് തടവറയാണ്, ജയിലാണ്. ജയിലിൽ നിന്നുള്ള മോചനം മരണത്തിലൂടെ അള്ളാഹുവിനെ കാണാനുള്ള, മഹ്ബൂബിനെ കാണാനുള്ള യാത്രയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉന്നതമായ ലക്ഷ്യം അള്ളാഹു നമുക്ക് സാധ്യമാക്കി തരട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അതിന് പരിപൂർണമല്ല, സമ്പൂർണമല്ല, യോഗ്യമല്ല. അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മഹാനായ അബൂ അലി റുസ്ബാദി മഹാനവർകൾ പറയുമായിരുന്നു, ലൗ കാനത്തിദ് ദുനിയാ ദാറൻ യഫ്നാ വൽ ആഖിറതു ഖസഫൻ യബ്ഖാ ലകാന യൻബഗി ലിൽ ആഖിലി അൻ യുഅ്സിറൽ ഖസഫ അല ദാർ. അല്ലാഹുവേ, അല്ലാഹു ദുർ അല ദുർ, ലൗ കാനത്തിദ് ദുനിയാ ദുർറൻ യഫ്നാ, ഈ ലോകം നശിച്ചു പോകുന്ന ഒരു മുത്താണെങ്കിൽ, പരലോകമാണെങ്കിലോ എന്നെന്നും നിലനിൽക്കുന്ന ചരൽക്കല്ലുകളാണെങ്കിൽ, എന്നെന്നും നിലനിൽക്കുന്ന ചരൽക്കല്ലാണ് നശിച്ചു പോകുന്ന മുത്തിനേക്കാളും നല്ലത് എന്ന് മഹാനായ അബൂ അലി റുസ്ബാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനം. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അല്ലാഹുവിന്റെ കാരുണ്യമാണ് നമുക്ക് വേണ്ടത്. അത് ലോക മുസ്ലിമീങ്ങൾക്ക്, ലോക വിശ്വാസി ജനങ്ങൾക്ക്, ലോക രാജ്യങ്ങളിൽ, ലോക മനുഷ്യർക്ക് അല്ലാഹു അവന്റെ അനുഗ്രഹം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ലോകത്തിന്റെ എല്ലാ സങ്കടങ്ങളും നമ്മൾ ഇറക്കി വെക്കുന്നു അല്ലാഹുവിന്റെ മുമ്പിൽ. എന്തൊക്കെ സങ്കടങ്ങള്? കടബാധ്യതകള്, പ്രയാസങ്ങള്, മക്കളെക്കുറിച്ചുള്ള വേവലാതികള്, കല്യാണം കഴിക്കാനുള്ളത്, കഴിച്ചുകൂടാനുള്ളത്,
ആരോഗ്യ പ്രശ്നങ്ങള്, അസുഖങ്ങള്, പ്രതിസന്ധികള്, മാനസിക പിരിമുറുക്കങ്ങള്, എന്തെല്ലാം മുഅ്മിനായ മനുഷ്യൻ ഈ ലോകത്ത് യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് ക്ഷീണിക്കണം, വിയർപ്പൊഴിക്കണം. അപ്പോഴാണ് ഈ ലോകത്ത് എന്തെങ്കിലും നേടാൻ കഴിയൂ. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളൊക്കെ മരിച്ചു ചെന്നാൽ ആലമുൽ അർവാഹിൽ മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ മരിച്ചു വരുന്ന ആത്മാവിനോട് പറയുമത്രേ, കൂടെയുള്ള ആളുകളോട് പറയും, ഇതാ ദുനിയാവിലെ ക്ഷീണിച്ചു വരികയാണ്, ആ ആത്മാവ് ഒന്ന് വിശ്രമിച്ചോട്ടെ. ലഖദ് കാന ഫീ തഅബിദ് ദുനിയാ, ലോകത്തിന്റെ ഭൗതിക ലോകത്തിന്റെ ക്ഷീണം കഴിഞ്ഞു വന്നതല്ലേ, മരിച്ചിങ്ങ് വരുന്നില്ലേ ഉള്ളൂ. ഇപ്പോഴെല്ലാവരും ചെന്ന് ചോദിച്ചു ബുദ്ധിമുട്ടിക്കേണ്ട. അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അർവാഹുകൾ പരസ്പരം ബന്ധപ്പെടും, സംസാരിക്കും. നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളിലുണ്ടല്ലോ, ആ സമയത്ത് മരിച്ച് ഫ്രഷായി ഖബറിലേക്ക് വരുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ച് പറയുമത്രേ, ദഊഹു ലിയസ്തരീഹ്, ആ മനുഷ്യരൊന്ന് വിശ്രമിച്ചോട്ടെ. ലഖദ് കാന ഫീ തഅബിദ് ദുനിയാ, ഈ ലോകത്തിന്റെ ഒരുപാട് ക്ഷീണവും വിഷമവും അനുഭവിച്ചു വരികയാണ്, ഒന്ന് വിശ്രമിച്ചോട്ടെ, ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അങ്ങനെ റൂഹകൾ വന്ന് സംസാരിക്കും. എന്താ നമ്മുടെ നാട്ടിലെ നമ്മുടെ അബൂബക്കറിന്റെ കഥ എന്താണ്, നമ്മുടെ സിദ്ദീഖിന്റെ അവസ്ഥ എന്താണ്, നമ്മുടെ സുബൈർ എന്ത് ചെയ്തു, അവന്റെ മകളെ കെട്ടിച്ചോ, ഇങ്ങനെയുള്ള വിവരങ്ങൾ പോലും ആത്മാക്കൾ ഭൂമിയിലുള്ള പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞോ എന്ന് ബന്ധുക്കളോട് റൂഹുകളോട് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറയുന്നൊരു വാക്കാണ്, ലഖദ് കാന ഫീ തഅബിദ് ദുനിയാ, ഈ ലോകത്തിന്റെ വലിയ ക്ഷീണത്തിലായിരുന്നല്ലോ, ഒന്ന് വിശ്രമിച്ചോട്ടെ, ആരും ബുദ്ധിമുട്ടാക്കി കൊടുക്കല്ലേ, ഒന്ന് വിശ്രമിക്കട്ടെ, ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ ഖബറിന്റെ ലോകത്ത്. യാ അല്ലാഹ്, ആ ഒരു ലോകത്തേക്ക് എത്തുന്നത് വരെ മുഅ്മിനായ മനുഷ്യൻ സിജ്നിലാണ്, മുഅ്മിനായ മനുഷ്യൻ തടവറയിലാണ്, ജയിലിലാണ്. ഈ ലോകത്ത് എന്തെല്ലാം സുഖ സൗകര്യങ്ങൾ മുഅ്മിൻ അനുഭവിച്ചാലും ജയിലാണെന്നാണ്. ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുന ശാഫിഈ തങ്ങള് നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനവറുകളാണെങ്കിൽ ഒരു കോവർ കഴുത പുറത്ത് ഇറാഖിലെ ബഗ്ദാദിലൂടെ സഞ്ചരിക്കുമ്പോ ആയിരക്കണക്കിന് ശിഷ്യന്മാർ ഇമാം ശാഫിഈ തങ്ങളുടെ കൂടെ കാണും. ആയിരക്കണക്കിന് ആളുകള്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ യഹ്യ ഇബ്നു മഈൻ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ശിഷ്യനോട്, യഹ്യ, നീ അറിഞ്ഞിട്ടുണ്ടോ ആരാണ് ശാഫിഈ എന്ന്? ആരാ ഷാഫിഈ ഇമാം എന്നറിയോ? മാ അറഫ്നാ الناسخ من الحديث حتى جلسنا مع فتى قريش الشافعي. ഷാഫിഈ എന്ന ഖുറൈശികളുടെ ചെറുപ്പക്കാരന്റെ കൂടെ ഇരുന്നപ്പോഴാണ് ഹദീസുകളിലെ നാസിഖുകൾ എന്താണ്, മൻസൂഖുകൾ എന്തൊക്കെയാണ്, ഹദീസ് ജ്ഞാനത്തിന്റെ അടിസ്ഥാനം ഉസൂലുൽ ഹദീസ്, ഹദീസിന്റെ ഫണ്ടമെന്റൽ റൂൾസ് ഓഫ് ഹദീസ്, ഇതെല്ലാം ലോകത്തിന് ആദ്യമായി തുടങ്ങിക്കൊടുത്ത കിതാബ് റിസാല എഴുതിയ ഇമാമുന ശാഫിഈ തങ്ങളുടെ കൂടെ ഇരുന്നപ്പോഴാണ് യഹ്യ ഹദീസുകളുടെ ലോകത്തിന്റെ അവസ്ഥ മനസ്സിലായത്. അതുവരെ എനിക്കറിയില്ലായിരുന്നുവെന്ന് ഹദീസുകളുടെ എൻസൈക്ലോപീഡിയ തയ്യാറാക്കിയ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇമാം ശാഫിഈ തങ്ങളെ കോവർ കഴുതയുടെ പുറത്തിങ്ങനെ ബഗ്ദാദിലൂടെ ഇങ്ങനെ നടക്കുമ്പോഴാണ് ഒരു നസ്രാനിയായ മനുഷ്യൻ ഓടി വന്നിട്ട് ഇമാം ശാഫിഈ തങ്ങളുടെ ആ കോവർ കഴുതയുടെ മൂക്കുകയറി പിടിച്ചിട്ട് ചോദിച്ചു, ഇമാമുന ശാഫിഈ, നിങ്ങളുടെ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്താണ്? അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനി വ ജന്നത്തുൽ കാഫിർ. ഈ നസ്രാനിയാണെങ്കിലോ കഠിനാധ്വാനം ചെയ്ത് തളർന്ന് ക്ഷീണിച്ച് കൊച്ചു പണികൾ ചെയ്ത് ജീവിക്കുന്ന ആള്. നിങ്ങളുടെ റസൂലല്ലേ പറഞ്ഞത് സത്യവിശ്വാസികളൊക്കെ ജയിലിലാണ് ഈ ലോകത്ത്, കാഫിരീങ്ങളൊക്കെ സ്വർഗത്തിലാണ് എന്ന്. ഞാൻ കണ്ടോ? ഞാൻ നിങ്ങളുടെ കണ്ണിൽ കാഫിറാണ്. എനിക്കൊരു സമ്പാദ്യമില്ല, ആളില്ല, ആൾക്കൂട്ടമില്ല, വാഹനമില്ല. നിങ്ങൾക്കിതാ മനോഹരമായൊരു വാഹനം, ആയിരക്കണക്കിന് ശിഷ്യന്മാർ നിങ്ങളെ കിടന്ന് പൊതിയുന്നു, ആവശ്യമുള്ളതൊക്കെ അവർ നിർവഹിച്ചു തരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന നിങ്ങൾ ജയിലിലും ഞാൻ സ്വർഗത്തിലോ? ഇതെന്ത് കഥ? ഇവിടെ ഞാനല്ലേ നരകത്തിൽ, നിങ്ങൾ സ്വർഗത്തിലല്ലേ ഇവിടെ എന്ന് പറഞ്ഞപ്പോ ഇമാം ശാഫിഈ തങ്ങൾ തല താഴ്ത്തി നിന്നിട്ടുണ്ട്. കുറച്ചു നേരം തല താഴ്ത്തി നിന്നിട്ട് പറഞ്ഞു, യാ നസ്രാനി ഇല്ലം തതുബ്, നീ എങ്ങാനും അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നില്ലെങ്കിൽ നിനക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുന്ന എന്ത് കഷ്ടപ്പാടും നാളെ അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ച ശിക്ഷയെ കുറിച്ച് ഓർക്കുകയാണെങ്കിൽ
ഇവിടെ നിനക്ക് സ്വർഗമാണ്. മുഅ്മിനീങ്ങളായ ആളുകളെ ഇവിടെ എന്തൊക്കെ അനുഭവിച്ചാലും നാളെ അല്ലാഹു നൽകാൻ പോകുന്നത് മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കാണാത്തത്, വലാ ഉദുനുൻ സമിഅത്, ഒരു കാതും കേൾക്കാത്തത്, വലാ ഖതറ അലാ ഖൽബി ബശർ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും ചിന്തിക്കാനും ആലോചിക്കാനും പോലും പറ്റാത്തത്. അതാണ് സ്വർഗമെങ്കിൽ ഈ കാണുന്നതെല്ലാം ഞങ്ങൾക്ക് കാരാഗൃഹമാണ്, ഞങ്ങൾക്ക് തടവറയാണ്, ജയിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞങ്ങൾക്കിത് ജയില് തന്നെ. ഇതിലപ്പുറമാണ് അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് നൽകാൻ പോകുന്ന ആഖിറമെങ്കിൽ ഇത് ഞങ്ങൾക്ക് ജയിലാണ്. നിനക്ക് അല്ലാഹു നൽകാൻ പോകുന്ന ശിക്ഷ, അതിന്റെ ഗൗരവം നിനക്കറിയുകയാണെങ്കിൽ ഇവിടെ നീ അനുഭവിക്കുന്ന ഏത് വേദനയും കഷ്ടപ്പാടും നിനക്ക് സ്വർഗതുല്യമാണ് എന്ന് മറുപടി കൊടുത്തിട്ടുണ്ട് മഹാനായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതുപോലൊരു അനുഭവം മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചോദ്യം. മഹാനവറുകൾ വെളുത്ത ഒരു കുതിരപ്പുറത്ത് ഈജിപ്തിലൂടെ നടന്നു പോകുമ്പോൾ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ അവസാന കാലം ചെലവഴിച്ചത് ഈജിപ്തിലായിരുന്നുവല്ലോ. അവിടെയും ഇതുപോലെ ഒരു മജൂസി വന്നിട്ട് കയറ് പിടിച്ച് ചോദിച്ചിട്ടുണ്ട്, എന്ത് കഥ? മനോഹരമായൊരു വാഹനം, മനോഹരമായ ജീവിത സൗകര്യം, നിങ്ങൾക്കൊക്കെ നരകവും ഞങ്ങൾക്കത് സ്വർഗവും, ഇതെന്ത് കഥ? ഇതേ മറുപടി മഹാനായ ഇസ്സ് ഇബ്നു അബ്ദുസ്സലാം റഹ്മത്തുള്ളാഹി അലൈഹി. നമുക്കറിയുമോ, മുഅ്മിനീങ്ങൾക്ക് എന്തെല്ലാം ഇവിടെ ലഭിച്ചാൽ തന്നെയും മഹ്ബൂബായ അല്ലാഹുവിനെ കാണാതെ, മഹ്ബൂബായ റസൂലുള്ളാഹി തങ്ങളെ കാണാതെ നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം നമുക്ക് നരകതുല്യം തന്നെയാണ്. അതുകൊണ്ട് എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും അത് വലിയ ടെൻഷനാക്കി എടുക്കരുത്. വലിയൊരു നമ്മുടെ മനസ്സിന്റെ വലിയൊരു ഭാഗം രോഗത്തിന്റെ പിന്നാലെ പോകരുത്. നമ്മുടെ വലിയ ടെൻഷൻ, നമ്മുടെ പ്രതിസന്ധികളുടെ പിന്നാലെ പോകരുത്. ഇതിന്റെ ഒക്കെ അപ്പുറത്ത് എല്ലാ പ്രതിസന്ധികൾക്കും ശേഷം ആശ്വാസം വരുന്നു എന്ന അള്ളാഹുവിന്റെ റജായിൽ നമുക്ക് ആശ്വാസം കിട്ടണം. അള്ളാഹു നമുക്ക് പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, വഇന്നൽ ആഖിറത ഹിയ ദാറുൽ ഖറാർ, മൻ അമില സയ്യിഅതൻ ഫലാ യുജ്സാ ഇല്ലാ മിസ്ലഹാ ومن عمل صالحا من ذكر أو أنثى وهو مؤمن فأولئك يدخلون الجنة ويرزقون فيها بغير حساب. പരലോകമാണ് മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ജീവിതം, ഖബർ മുതൽ ആരംഭിക്കുന്ന ഒരു ജീവിതം. അതാണ് ശരിയായ ജീവിതം, ദാറുൽ ഖറാർ. അവിടെ നിന്നൊരിക്കലും മരിച്ചു പോവേണ്ടി വരില്ല, അവിടെ നിന്നൊരിക്കലും കിടപ്പാടമിട്ടേച്ച് ഓടേണ്ടി വരില്ല. അവിടെ പിന്നെ മരണമില്ല. മരണമില്ലാത്ത ലോകം അവിടെയാണ്. തിന്മ ചെയ്യുന്നവർക്ക് ശിക്ഷയുണ്ട്, നന്മ ചെയ്യുന്നവർ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അവർക്ക് അല്ലാഹു സ്വർഗം കൊടുത്തനുഗ്രഹിക്കുന്നുണ്ട്. യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കയ്യും കണക്കുമില്ലാതെ അല്ലാഹു കൊടുക്കുന്നതാണ്, കയ്യും കണക്കില്ലാതെ. അതുകൊണ്ടാണ് സ്വർഗലോകത്ത് ഒരു വീട്, രണ്ട് വീട്, അങ്ങനെയല്ല, ലോകങ്ങളാണ് അല്ലാഹു നൽകുന്നത്, ലോകങ്ങളാണ് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവന്റെ സുഖലോക സ്വർഗം അല്ലാഹു നമുക്ക്, നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ശിഷ്യഗണങ്ങൾ, ദീനിന്റെ ഖാദിമീങ്ങള്, മുഹിബ്ബീങ്ങള്, എല്ലാവർക്കും അല്ലാഹുവേ നീ നിന്റെ ജന്നത്തുൽ ഫിർദൗസ് നൽകണേ തമ്പുരാനെ. മുഅ്മിനീങ്ങളായ ആളുകൾ, മുഅ്മിനീങ്ങളായ ആളുകൾ എപ്പോഴും അന്ത്യശ്വാസത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയിലും ആലോചനയിലുമാണ്, അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു 40-ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറയുകയും മുജദ്ദിദുൽ ആലം, അന്നത്തെ മുജദ്ദിദാണെന്ന് ഉലമാ ഇത്തിഫാഖ് ചെയ്ത ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്ന ഖലീഫയായിരുന്ന മഹാൻ മുജദ്ദിദായിരുന്നു. ആ മഹാനുഭാവൻ എപ്പോഴും കൊട്ടാരത്തിലേക്ക് ആലിമീങ്ങളെ വിളിച്ചു കൊണ്ടുവരും, വഅദ് പറയുന്നവരെ കൊണ്ടുവരും. എന്നിട്ട് പറയും, എഴുതുനീ, എനിക്ക് ഉപദേശം താ, എന്നൊന്ന് ഉപദേശിക്കേ. എന്നിട്ട് പറയും, ആദ്യമായി നിങ്ങളുടെ വഅദ് തുടങ്ങുമ്പോ നിങ്ങൾ ആദ്യമായി പറയേണ്ടത്, യാ ഉമർ, ഉമറേ, യഅലം അന്നഹു മാ തഖബ്ലക ഖുലഫാ, ഉമറേ, നിന്റെ മുമ്പ് ഒരുപാട് ഖലീഫമാർ മരിച്ചു പോയിട്ടുണ്ട്, ഒരുപാട് ഖലീഫമാർ. ഫലസ്ത ബി അവ്വലി ഖലീഫത്തിൻ സതമൂത്,
നീയായിരിക്കില്ല ആദ്യം മരിക്കുന്ന ഖലീഫ, നിന്റെ മുമ്പ് ഖലീഫമാര് മരിച്ചു പോയിട്ടുണ്ട്. ഫജഹിസ് നഫ്സക, അതുകൊണ്ട് റെഡിയായി നിന്നോ എന്ന് എന്നോട് ആദ്യം ഒന്ന് ഉണർത്തണം, എന്നിട്ട് ബാക്കി വഅദ് പറഞ്ഞാൽ മതിയെന്ന് തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ഉപദേശം സ്വീകരിക്കുമായിരുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വല്ലാതെ കരഞ്ഞിരുന്ന ആളായിരുന്നു അത്രേ. എപ്പോഴും കരച്ചിലായിരുന്നു, രാത്രിയിലും പകലിലും. ഫാത്തിമ എന്നവരുടെ ഭാര്യ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് ബിൻ മർവാൻ എന്ന അമവി ഖലീഫയായിരുന്ന അബ്ദുൽ മലിക് ബിൻ മർവാനിന്റെ മകൾ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നവരുടെ ഭാര്യ. മഹദി പറയുമായിരുന്നു, ഖദ് യകൂനു ഫിൽ ഉമ്മ മൻ ഹുവ അക്സറു സ്വലാതൻ വസിയാമൻ മിൻ സൗജി. എന്റെ ഭർത്താവിനേക്കാളും ഒരുപാട് നിസ്കാരവും നോമ്പുമുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടായിരിക്കാം, പക്ഷേ ലാ യൂജദു അക്സറു മിൻഹു എന്റെ ഭർത്താവിനോളം പരലോകത്തെയോർത്ത് കരയുന്ന, അള്ളാഹുവിനെയോർത്ത് കരയുന്ന ഒരാൾ നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ കഴിയില്ല. എന്റെ ഭർത്താവ് അങ്ങനെയാണെന്ന് മഹദിയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റളിയല്ലാഹു തആല അൻഹ പറയുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖന്ദഖ് യുദ്ധത്തിലേക്ക് പുറപ്പെടുകയാണ്. നിബിതങ്ങളും സ്വഹാബിമാരും മനോഹരമായ മൂളിപ്പാട്ട് പാടുന്നുണ്ട്. ഖന്ദഖ് നടക്കുമ്പോ മദീനക്ക് ചുറ്റും മദീനയുടെ ഒരു ഭാഗം, 3 ഭാഗം, 2 ഭാഗം മലകളും 1 ഭാഗം വീടുകളും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു ഭാഗത്താണ് ഖന്ദഖ് കുഴിച്ചത്. ആ ഖന്ദഖിന്റെ കുഴി നടക്കുമ്പോ ഹബീബുനാ റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിമാർ മനോഹരമായ കവിതകൾ ചൊല്ലുമായിരുന്നു. അവരിങ്ങനെ ചൊല്ലുമ്പോ ഹബീബ് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. സ്വഹാബിമാരെ പാടാൻ, നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ. ഞങ്ങളാണ് അള്ളാഹുവിന്റെ റസൂലിനോട് ബൈഅത്ത് ചെയ്തവര്, ഞങ്ങൾ ഹബീബിന് വാക്ക് കൊടുത്തവരാണ്. ജീവിച്ചിരിക്കുന്ന അവസാന സെക്കൻഡ് വരേക്കും ഹബീബിന്റെ കൂടെ പടപൊരുതാൻ, യുദ്ധമാണെങ്കിൽ യുദ്ധം, സന്ധിയാണെങ്കിൽ സന്ധി. ഞങ്ങളുടെ പ്രവാചകർ എന്തു പറയുന്നുവോ അതിനനുസൃതമായി പ്രവർത്തിക്കാൻ ഞങ്ങളുണ്ടെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ പ്രവാചകർക്ക് എന്ന് സ്വഹാബിമാരിങ്ങനെ പാട്ടുപാടുമ്പോ ഖന്ദഖ് കുഴിക്കുകയാണ്. ആഴമുള്ള കുഴി, മദീനയുടെ മണ്ണ് ഉറപ്പുള്ള മണ്ണാണ്, പാറകളും കല്ലുകളും അവർക്ക് കുഴിതെടുത്ത് മാറ്റണം. ആ കഠിനമായ ജോലിക്കിടയിൽ നഹ്നുല്ലദീന ബായഉ മുഹമ്മദാ അലൽ ജിഹാദി മാ ബഖീനാ അബദാ എന്നിങ്ങനെ പാടുമ്പോ ഹബീബായ നബി തങ്ങൾ അതിന് മറുപടിയായി പാടിക്കൊടുത്തു, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറാ. അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശൽ ആഖിറ. പടച്ചവനെ, ജീവിതമുണ്ടെങ്കിൽ അത് പരലോകത്തിന്റെ ജീവിതമാണല്ലോ. ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറാ. അതുകൊണ്ട് എൻ്റെ അൻസാരികൾക്കും എൻ്റെ മുഹാജിറുകൾക്കും റബ്ബേ നീ പുറത്തു കൊടുക്കണമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾ അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്നവരുടെ തോളിൽ കൈവക്കുന്നു. ചെറുപ്പക്കാരനാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ അബ്ദുല്ലാഹ് ബിൻ ഉമർ എന്നവർ പറയുന്നു, അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമൻകിബി. നബി തങ്ങൾ എൻ്റെ തോളിൽ കൈവച്ചു. സ്വഹീഹായ ഹദീസ് ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവന്ന ഹദീസ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, അബ്ദുള്ള എന്ന പേരുള്ള ഉമറിന്റെ മോൻ അബ്ദുള്ള, കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ വഉദ്ദ നഫ്സക മിൻ അസ്ഹാബിൽ ഖുബൂർ. അബ്ദുള്ള, നിങ്ങൾ ജീവിക്കുകയാണ്, നിങ്ങളിപ്പോ ചെറുപ്പക്കാരനാണ്, ഇനി യുവാവാകും, മധ്യവയസ്സെത്തും, വാർദ്ധക്യത്തിലേക്കെത്തും, ശരീരം തളർന്ന് കിടപ്പിലാകും, നിങ്ങൾ മരണത്തിന് കീഴടങ്ങും. സ്വാഭാവിക മരണമാണ് അല്ലാഹു വിധിച്ചതെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മരണം ആസന്നമാകും. അബ്ദുല്ലാ, അതുകൊണ്ട് ഞാനൊരു ഉപദേശം തരാം. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ്. നിങ്ങളൊരു നാട്ടിൽ ചെന്ന് വേറൊരു നാട്ടിൽ ചെന്നാൽ
അവിടെ ഒരു പുറം നാട്ടുകാരനായി നിൽക്കുന്ന പോലെ ഈ ലോകത്ത് നിങ്ങൾ അങ്ങനെ ജീവിക്കേണ്ടതുള്ളൂ. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഒരു യാത്രക്കാരനാണ്. യാത്ര പോകുന്നതിനിടക്ക് ഇവിടുന്ന് കോഴിക്കോടേക്ക് യാത്ര പോവാൻ, ആ യാത്രക്കിടയിൽ കണ്ണൂരിറങ്ങി വീടുണ്ടാക്കുവോ? ഇല്ലല്ലോ. യാത്രയല്ലേ, താൽക്കാലികമായൊരു വിശ്രമം അത്രയല്ലേ വേണ്ടു. അതുപോലെയാണ് അബ്ദുള്ള നിങ്ങൾ ഈ ലോകം കാണേണ്ടത്. നിങ്ങൾ ഖബറിലേക്ക് പോകുന്നവരാണ് എന്ന് എപ്പോഴും ബോധ്യം വരേണമേ എന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന അനുഭവങ്ങളും അങ്ങനെയാണ്. നമ്മൾ വല്ലാത്ത നിഅമത്തിലാണ് അല്ലാഹുവിന്റെ. ആ നിഅമത്തിന്റെ വണ്ണവും വലുപ്പവും ഒരു പക്ഷേ നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ മറ്റുള്ളവരിലേക്ക്, നമ്മളെക്കാളും നിഅമത്ത് ലഭിച്ചവരിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ അനുഭവിക്കുന്നത് പോലും എത്ര വലിയ അനുഗ്രഹങ്ങളാണ്, എത്ര വലിയ അനുഗ്രഹങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും മുഅ്മിനായ മനുഷ്യന് ഈ ലോകം നിസ്സാരമാണ് എന്ന് പഠിപ്പിക്കുകയായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ വീട്ടിൽ ഹബീബിനെ കാണാൻ ചെന്ന അനുഭവമുണ്ട്. ഹബീബായ നബി തങ്ങൾ അലൽ ഹസ്വീർ, ഒരു ഈത്തപ്പന ഓലകളെ കൊണ്ടുണ്ടാക്കിയ പായയിൽ ഹബീബായ നബി തങ്ങൾ കിടക്കുകയും ഫഅസ്സറത് ഫീ ജംബിഹി, ഹബീബിന്റെ ശരീരത്തിൽ ആ സകലം പാടുകൾ വീഴുകയും ചെയ്തപ്പോ ഫബകാ ഇബ്നു മസ്ഊദ് തങ്ങൾ കരഞ്ഞു പോയിട്ടുണ്ട്. ഉമർ എന്നവരെ കരഞ്ഞ വേറെ സംഭവമുണ്ട്. ഇവിടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ മഹാനവറുകളോട് ഹബീബായി തങ്ങൾ ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തിനാ കരയുന്നത്? മറുപടി കൊടുത്തു, നബിയേ, ഞാൻ ഓർത്തു പോവുകയാണ് കിസ്റ വ കൈസർ, ഭരണാധികാരികൾ അന്നുമുണ്ടല്ലോ, രാജാക്കന്മാരുണ്ടെന്നവിടെ. കിസ്റമാരും പേർഷ്യയുടെ ഖുസ്റുവും റോമിന്റെ സീസറും ഒക്കെ അവിടെ ഉണ്ട്. അവരൊക്കെ എങ്ങനെ ജീവിക്കുന്നു നബിയേ? അങ്ങനെയാണെങ്കിലോ ഈ പായയുടെ മീതെ ഒരു വിരിപ്പ് വിരിക്കാൻ പോലും ഞങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ. ഇത് പറഞ്ഞപ്പോ ഹബീബ് കൊടുത്ത മറുപടിയാണ് മാലീ വലിദ്ദുന്യാ. എന്തിനാ ഇബ്നു മസ്ഊദേ നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത്? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത്? എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ടെന്താ? ഭരിച്ചു പോകുന്നതല്ലേ, ഇവിടുന്നെല്ലാം ഉപേക്ഷിച്ചു പോകേണ്ടതല്ലേ? കുറച്ചു നേരത്തൊരു വിശ്രമമല്ലേ വേണ്ടു? ഇന്നമാ അന കറാകിബിൻ ഇസ്തളല്ല തഹ്ത ഷജറ ثم راح فتركها. ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ ജീവിതം ഇബ്നു മസ്ഊദേ യാത്ര പോകുന്ന ഒരു യാത്രികനെ പോലെ ഒരു വൃക്ഷം കാണുന്നു, അതിന്റെ താഴെ തണലിൽ കുറച്ചൊന്ന് വിശ്രമിച്ചു, വെയിലൊന്ന് ആറുന്നവരെ, അത് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നടന്നു. അതുപോലെ നിങ്ങൾ എന്നെ കുറിച്ച് കാണേണ്ടതുള്ളൂ. മഹാനായ നബി തങ്ങൾ ഇബ്നു മസ്ഊദ് തങ്ങൾ കൊടുത്ത മറുപടി. ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ഇതുപോലെ പൊട്ടിക്കരഞ്ഞു. ഉമർ എന്നവര് ഹബീബിന്റെ ദേഹത്താസകലം ഉണക്കപ്പായയുടെ അടയാളങ്ങൾ വന്ന് ആ ഭൂമിയെ ചെമന്ന് തുടുത്ത് ചോരപടിയാറായി നിന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തേങ്ങി കരഞ്ഞപ്പോഴാണ്, ഉമറേ, എന്തിനാ നിങ്ങൾ ഈ കരയുന്നത്? അമാ തറല്ലാഹ് അൻ തകൂന ലഹുമുദ് ദുനിയാ വലനൽ ആഖിറ. ഉമറേ, നമുക്ക് അല്ലാഹു പരലോകവും ഇവർക്കൊക്കെ ഈ ലോകവും നൽകുകയാണെങ്കിൽ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? അതുകൊണ്ടാണ് നബി തങ്ങൾ പറയുന്നത്, അദ്ദുന്യാ ദാറു മല്ലാ ദാറല വലഹാ യജ്മഉ മല്ലാ അഖ്ലല വമാലു മാലാ മല്ലാ മാലല. പണമില്ലാത്തവന്റെ പണമാണ് ഈ ലോകം, വീടില്ലാത്തവന്റെ വീടാണ് ഈ ലോകം, ബുദ്ധിയില്ലാത്തവനാണ് അതിന്റെ പിന്നാലെ ഓടുന്നത് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബ് എന്ന് കേട്ട ഹദീസാണത്. ഇമാം ബൈഹഖി തങ്ങൾ ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്ന ഹദീസ്. അദ്ദുന്യാ ദാറു മല്ലാ ദാറല, വീട് ചെറുതായല്ലോ, എനിക്ക് വീട് വെക്കാൻ പറ്റിയില്ലല്ലോ, ഞാനിപ്പോഴും വാടകക്കാണല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടല്ലേ. അല്ലാഹുവിന്റെ നിഅമത്ത് അല്ലാഹു തരുന്നെങ്കിൽ ഒരിക്കലും അതിന് മനസ്സ് കൊടുക്കാതെ, ഖൽബ് കൊണ്ട് നമ്മൾ സമ്പത്തിനെ സ്നേഹിക്കാതെ, അള്ളാഹു നൽകിയതിൽ നിന്ന് അള്ളാഹുവിന്റെ വഴിക്ക് നൽകി ഈ ലോകത്ത് നിന്ന് പോകുമ്പോഴേക്കും പരലോകത്തേക്ക് സമ്പാദ്യമാക്കാൻ മുഅ്മിനീങ്ങളായ ആളുകൾ പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ ദിനേനയുള്ള നടത്തിപ്പിന് അടക്കം നമുക്ക് വലിയ സംഖ്യ ചെലവുണ്ട്. ഇവിടെ ഉസ്താദ് ഇവിടെ പറഞ്ഞല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീനീ സ്ഥാപനങ്ങളൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന കൊച്ചു കൊച്ചു സംഭാവനകൾ അതൊക്കെ വലിയ ബറക്കത്ത് കൊണ്ടാണ് നടക്കുന്നത്. ആ സംഭാവനയുടെ വലുപ്പം കൊണ്ടല്ല, അതിന്റെ ബറക്കത്ത് അള്ളാഹു നൽകുകയാണ്. നമ്മളൊക്കെ അതിലേക്ക് സഹകരിക്കണം. എല്ലാവരും ഇവിടുത്തെ ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 24,000 രൂപയാണ് ഒരു വർഷത്തേക്ക്. 160 കുട്ടികളുണ്ട് നമുക്കറിയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് പറ്റുന്നവര്, നമ്മുടെ ഗുണ ഇബ്രാഹിം നാജിക്ക് ഇവിടെ ഉണ്ട്. പോയോ? എവിടെ? ഇവിടെ അല്ലേ?
ബ്രാഞ്ചൊക്കെ വേണമെങ്കിൽ ഒരു 4-5 കുട്ടികളൊക്കെ ഏറ്റെടുത്തോളൂ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരുപാട് സഹായിക്കുന്ന മഹാനാണ്. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യാം, പറ്റുന്ന രീതിയിലൊക്കെ ഒരു കുഞ്ഞിനെ 2 ആളെ 3 ആളെ ഓരോരുത്തർക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നടത്തിപ്പിന് സമയം ചെലവഴിക്കുന്ന നമ്മുടെ മഹാന്മാരായ ഉസ്താദുമാർ അവർക്കത് വലിയൊരു ആശ്വാസമാണ്. ഇതൊക്കെ വലിയ ഇൻവെസ്റ്റ്മെൻ്റാണ്. ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ റബ്ബേ എൻ്റെ മുഴുവൻ സമ്പത്തും ഞാൻ കൊടുത്ത് ദീനെ സഹായിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു പോകുന്ന, ഇപ്പൊ ചെയ്യുന്നതൊക്കെ കുറഞ്ഞു പോയല്ലോ എന്ന് നാളെ അവിടെ ചെല്ലുമ്പോൾ തോന്നിപ്പോകുന്ന അല്ലാഹുവേ, മുഅ്മിനീങ്ങൾ നാളെ പരലോകത്ത് സങ്കടപ്പെടുന്ന ഒരു സങ്കടമേ നാളെ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ സങ്കടം സ്വർഗത്തിൽ കടന്നാൽ സത്യവിശ്വാസി സങ്കടപ്പെടുന്ന ഒരു സങ്കടമേ കാണും. എന്താ? അല്ലാഹുവേ, ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ 100 കൊടുത്തെടുത്തിട്ട് 500 എന്ന് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ, ഞാനെന്ത് പിശുക്കി കൊടുത്തില്ലല്ലോ. അത് കൊടുത്തിരുന്നെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് അതൊരു 4 ആക്കാൻ പറ്റിയിരുന്നെങ്കിൽ, പഠിച്ചവനെ ആ ഒരു സുന്നത്ത് നോമ്പ് വ്യാഴവും അതുപോലെ തന്നെ തിങ്കളും 2 ദിവസമെങ്കിലും മിനിമം ആക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, 2 എടുത്തവര് അത് ദാവൂദ് നബി ചെയ്ത പോലെ 1 ഇടവിട്ട ദിവസങ്ങളിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ഇങ്ങനെ ചെയ്തു പോയ നന്മ കുറഞ്ഞല്ലോ എന്നൊരു സങ്കടമല്ലാതെ സ്വർഗത്തിൽ കടന്നവർക്ക് വേറെ സങ്കടമുണ്ടാവില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അവിടെ എത്തുമ്പോൾ പോരായിരുന്നല്ലേ, കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാമായിരുന്നു എന്ന് നാളെ കൊതിച്ചു പോകുന്ന, നമുക്ക് ഇനി മില്യൺ കണക്കിന് രൂപ കയ്യിൽ കിട്ടിയാലും നമ്മുടെ ദാരിദ്ര്യം തീരില്ല, നമ്മുടെ ആവശ്യത്തെ ബാക്കിയായി അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആവശ്യം എന്നാലും ബാക്കിയായിരിക്കും. അല്ലാഹു തആല ഓരോരുത്തർക്കും ബിഖദ്രി ഹിക്മതിഹി, റബ്ബൊരു ഹിക്മത്ത് കണ്ടിട്ട് നമ്മുടെ കയ്യിൽ തരാൻ അതനുസരിച്ചാണ് കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ അല്ലാഹുവിലേക്ക് കൊടുത്തേക്ക്. അല്ലാഹു തആല സഹായിക്കട്ടെ. അല്ലാഹു തആല സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ, ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിമാർ ചോദിച്ച ഒരു അത്ഭുതകരമായ ചോദ്യം, മൻ അഖ്യസുന്നാസ്, ആരാണ് നബിയെ ഏറ്റവും വലിയ ബുദ്ധിമാനി? സ്വഹാബിമാരുടെ വലിയ അത്ഭുതം അതാണ്. അറാബികളൊക്കെ വന്ന് ലഖുലഗാനില്ലാത്ത ചോദ്യം ചോദിക്കുന്നു. സ്വഹാബിമാര് ചോദിക്കാൻ മടിക്കുന്നത് അറാബികൾ വന്ന് ചോദിക്കും. സ്വഹാബിമാരൊക്കെ പറയും, ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു പോകല വല്ല അറാബ്യം വരട്ടെ, എന്തെങ്കിലുമൊക്കെ ചോദിക്കും. അത് ഞങ്ങൾക്ക് ചോദിക്കാൻ പറ്റില്ല നബി തങ്ങളോട്. അറാബിമാർക്ക് പിന്നെ ലൈസൻസ് ഒന്നുമില്ല, അവരങ്ങ് വന്ന് ചോദിച്ചേക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ അതിലൂടെ ഒരുപാട് ഇൽമ് ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ നബി തങ്ങളുടെ അടുത്ത് സായിലീങ്ങൾ, ചോദിക്കുന്ന ചോദ്യകർത്താക്കൾ വരാൻ ഞങ്ങൾ കുതിച്ചിരിക്കുന്ന കാലമായിരുന്നുവെന്ന് സ്വഹാബിമാര് പറയാറുണ്ട്. ഒരാൾ വന്ന് ചോദിക്കുക, നബിയെ മൻ അഖിയസുന്നാസ്, ചില ആളുകളൊക്കെ വന്ന് ആരാ നബി ഏറ്റവും നല്ല ബുദ്ധിമാനി? അത് നീ തന്നെയാണ് എന്നൊരു മറുപടി കിട്ടണം എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ വിചാരിക്കുക. മുത്തനബി ഞങ്ങൾ കൊടുത്ത മറുപടി വേറെയാണ്. ആരാ ബുദ്ധിമാനി എന്നറിയോ? മൻ അഖിയസുന്നാസി യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ ഏറ്റവും വലിയ ബുദ്ധിമാനി? അക്സറുഹും ലിൽ മൗതി ദിക്റാ വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദാ. ഇതാ ബുദ്ധിമാനിന്റെ ഡെഫിനിഷൻ. ആരാ ബുദ്ധിമാനി? നല്ല സയൻസും മെഡിസിനൊക്കെ പഠിക്കുന്ന മക്കളാ, അവിടെ തീർന്നോ? ആരാ ബുദ്ധിമാനി? വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയേഴ്സ് ആണോ? ആരാ ബുദ്ധിമാനി? ആരാ ബുദ്ധിമാനി? വലിയ വലിയ ഡിഗ്രി ഉള്ളവരാണോ? ആരാണ് ബുദ്ധിമാനി? അക്സറുഹും ലിൽ മൗതി ദിക്റാ, ആരാണോ മരണത്തെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്, വഅഹ്സനുഹും ലഹു ഇസ്തിഅദാദാ, അതിനുവേണ്ടി ആരാണോ ഒരുങ്ങി നിൽക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലുന്ന ദിക്ർ ഭയങ്കര അത്ഭുതമുള്ള ദിക്റല്ലേ. ബിസ്മിക റബ്ബി വദഅതു ജംബി, അല്ലാഹുവേ നിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിൽ വലതുഭാഗം ചരിച്ചു വെച്ച് കിടക്കുകയാണല്ലാഹ്. വബിക അർഫഉ, നിന്റെ നാമം കൊണ്ടാണ് എനിക്കിതിനെ ഉയർത്താൻ കഴിയുക. നാളെ നേരം വെളുത്ത് ബോധമുണ്ടെങ്കിൽ, ജീവനുണ്ടെങ്കിൽ ഞാൻ എഴുന്നേൽക്കുന്നതും റബ്ബേ നിന്റെ നാമത്തിന്റെ കരുത്തിലാണ്. ഇന്നം സക്ത നഫ്സി ഫർഹംഹാ, എന്റെ ഈ ശരീരത്തെ ഉറക്കിലെങ്ങാനും നീ ഇങ്ങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ, എന്നെ ലോകത്തേക്ക് തിരിച്ചുവിടാതെ ഉറക്കത്തിലായി നീ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ, ഫർഹംഹാ, എന്റെ ശരീരത്തോട് കരുണ കാണിക്കണേ. വഇന്ന റസൽതഹാ, എന്നെ എങ്ങാനും ജീവിക്കാൻ നീ വിടുകയാണെങ്കിൽ, ഫഹ്ഫളുഹാ, നീ അതിനെ കാത്തുകൊള്ളണമേ. ബിമാ തഹ്ഫളു ബിഹി ഇബാദക സ്വാലിഹീൻ, നിന്റെ സജ്ജനങ്ങളെ നീ കാക്കുന്ന പോലെ നീ എന്നെ കാത്തുകൊള്ളണമേ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ദുആയാണത്. ആ കിടക്കുമ്പോൾ നമ്മൾ ഓർക്കാൻ, നാളെ ഒരു പക്ഷേ ഞാൻ ഖബറിലേക്കായിരിക്കും പോവുക ഈ കിടത്തത്തിലൂടെ, അവിടെയും നമ്മളോട് ഓർക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ഉണർന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, നിനക്ക് സ്തുതി റബ്ബേ, ഞങ്ങളെ മരിപ്പിച്ചതിന് ശേഷം നീ എഴുന്നേൽപ്പിച്ചുവല്ലോ, ഞങ്ങളുടെ ജീവൻ എടുത്തതിന് ശേഷം ജീവൻ തിരിച്ചു തന്നല്ലോ. മരണത്തെ ഓർക്കാനാണ് പറഞ്ഞത്. നമ്മളിതിങ്ങനെ ഡെയിലി ശരിക്കേണ്ട ഓർത്താൽ
ശരിക്കും നമ്മൾ ആഖിറത്തിന് വേണ്ടി ഒരുങ്ങും. അതുകൊണ്ടാണ് അൽ തുഹ്ഫത്തുൽ മുഅ്മിനി അൽ മൗത്ത്, മുഅ്മിനായ മനുഷ്യന്റെ സമ്മാനമാണ് അൽ മൗത്ത്, മരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിക്കാൻ കിടക്കുമ്പോൾ സിദ്ദീഖ് തങ്ങളെ ഉമർ എന്നവർക്ക് കൊടുത്തൊരു കത്തുണ്ട്. സിദ്ദീഖ് തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഖലീഫയെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ എന്നവർക്ക് എഴുതി കൊടുത്തൊരു കത്തുണ്ട്, അത്ഭുതകരമായ കത്ത്. ആ കത്ത് വായിക്കുമ്പോൾ മഹാനായ ഫാറൂഖ് തങ്ങൾ പൊട്ടിക്കരയുമായിരുന്നു. ഹില്യത്തുൽ ഔലിയായിൽ ഈ സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. അബൂ നഈമുൽ അസ്ബഹാനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതിയ കത്ത് ഇങ്ങനെയാണ്: ഇത്തഖില്ലാഹ യാ ഉമർ, ഉമറേ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ. എന്റെ ശേഷം ഖലീഫയായി വരാനുള്ള ആളാണ്, അധികാരം കൈയാളാനുള്ള ആളാണ്. ഇത്തഖില്ലാഹ യാ ഉമർ, ഉമറേ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. അല്ലാഹു തആല ദക്കറ അഹ്ലൽ ജന്ന, സ്വർഗ്ഗവാസികളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫദകറഹും ബിഅഹ്സനി അമാലിഹിം, സ്വർഗ്ഗവാസികൾ സ്വർഗ്ഗത്തിലേക്ക് എത്തുന്നത് അവരുടെ നല്ല കർമ്മഫലങ്ങൾ കൊണ്ടാണ്. വതജാവസ അൻ സയ്യിആതിഹിം, അല്ലാഹു അവർക്ക് മാപ്പ് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു തന്നു. ഫഇദാ ദകർതുഹും ഖശീതു അല്ലാ അകൂന മിൻഹും. സിദ്ദീഖ് എന്നവർ പറയാണ്, ഉമറേ സ്വർഗ്ഗവാസികളെ കുറിച്ച് അല്ലാഹ് പറയുമ്പോൾ അവർ ചെയ്ത നന്മകളെ കുറിച്ച് പറയും, അല്ലാഹ് പുറത്തു കൊടുത്തതിനെ കുറിച്ചും അല്ലാഹ് പറയും, എന്നിട്ട് സ്വർഗം തന്നു എന്ന് പറയും. ഉമറേ അല്ലാഹു സ്വർഗ്ഗവാസികളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു, ഞാനതിൽ പെട്ടുപോകില്ലയോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ആരായി പറയുന്നത്? അഫ്ളലുൻ നാസി ബഅദൽ അംബിയാ, അമ്പിയാക്കന്മാര് കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ള മഹാനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അമ്പിയാക്കന്മാര് മുഴുവൻ സ്വർഗത്തിൽ കടന്നാൽ എല്ലാ ഔലിയാഇന്റെയും മുമ്പേ, എല്ലാ സ്വഹാബിമാരുടെയും മുമ്പേ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ഹബീബ് പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. മഹാൻ പറയാണ്, ഉമറേ അല്ലാഹു സ്വർഗ്ഗവാസികളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ അതിലൊന്നും പെടില്ലയോ എന്ന് പേടി തോന്നുന്നു. ആ കത്തിൽ വീണ്ടും പറയാ, അല്ലാഹു നരകവാസികളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അവരുടെ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയും, അവർ ചെയ്ത തിന്മകള്. അവർ ചെയ്ത എല്ലാ നന്മകളും അല്ലാഹു അവർക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്, തിരിച്ച് അല്ലാഹു തള്ളിക്കളയാൻ. അവരെ ഞാൻ ഓർക്കുമ്പോൾ അല്ലാഹുവിനോട് തേടുകയാണ്, റബ്ബേ ഞാൻ അതിൽ പെട്ടുപോകരുതേ എന്ന്. അല്ലാഹു അതെല്ലാം ചെയ്തത് അല്ലാഹുവിനെ പേടിക്കാനും അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെക്കാനുമാണ്. വെറുതെ ഒരു കാര്യവും ചെയ്യാതെ എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് വെറുതെ ഒരു ആശയം, വെറുതെ ഒരു ആശ, വെറുതെ ഒരു പ്രത്യാശ, അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശയാവാനുമല്ല. എന്നിട്ട് ഉമർ എന്നവരോട് സിദ്ദീഖ് എന്നവർ പറയുന്നു, ഒരു കൊച്ചുകുട്ടിക്ക് ഒരു മുതഅല്ലിമിന് ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന പോലെ, ഒരു സാധാരണക്കാരന് ഒരാൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ ഉമർ എന്നവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നു, ഫഇൻ അൻത ഹഫിൽത വസിയതി യാ ഉമർ, ഉമറേ ഞാൻ ഈ പറയുന്ന വസിയത്ത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയാൽ فلن يكون غائب أحب إليك من الموت. ഉമറേ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആഗ്രഹം മരണപ്പെടാനായിരിക്കും. ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് മരിക്കാൻ ആഗ്രഹം വരും. ആ മരണം നിങ്ങൾ കണ്ടെത്തുകയും ചെയ്യും, ആ മരണം നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യും. ഉമറേ എന്റെ കാലശേഷം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു പോവുകയാണ്, എന്റെ ഈ സാരോപദേശം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയാണെങ്കിൽ മരണത്തോളം നിങ്ങൾക്ക് വെറുപ്പുള്ള ഒരു സംഗതിയെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഓർക്കണേ, എന്നാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് ആരെയാണ് ഉപദേശിക്കുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്ന രണ്ട് മഹാന്മാർ,
ഒരു മഹാൻ ശ്രദ്ധിക്കുന്നവര് ഉപദേശിക്കുന്നത് ആരെ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചിന്ത നമ്മുടെ കൽബുകളിൽ എപ്പോഴും നൽകട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് അന്നത്തെ ഭരണാധികാരി സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് കടന്നു വരുന്നു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് ഹബീബിന്റെ ഹദറത്തിൽ വരുന്നു, മസ്ജിദുൻ നബവിയിൽ കിടക്കുന്നു. മദീനയിലുള്ള മുഴുവൻ ആളുകളോടും പണ്ഡിതന്മാരോടും ആലിമീങ്ങളോടും വന്ന് സലാം പറഞ്ഞ് പരിചയപ്പെടാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ഷാമെന്നാ വരുന്നത്. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് വന്നപ്പോ മദീനക്കാരായ പണ്ഡിതന്മാർ മുഴുവനും ചെന്ന് സലാം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? പറഞ്ഞു, അബൂ ഹാസിം സലമത്ത് ഇബ്നു ദീനാർ ശൈഖുൽ ഇസ്ലാം ഫീ സമാനി, അന്നത്തെ ഷെയ്ഖുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന മഹാൻ അബൂ ഹാസിം സലമത്ത് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല അലൈഹി മഹാനവറുകൾ മാത്രമാണ് വരാനുള്ളത്. അബൂ ഹാസിം വന്നിട്ടില്ല. വിളിച്ചു വരാൻ വേണ്ടി പറഞ്ഞു. ഖലീഫ വിളിച്ചപ്പോ ചെന്നു. അബൂ ഹാസിം എന്നവർ ചെന്നപ്പോ സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന അന്നത്തെ പ്രഗൽഭനായ ഭരണാധികാരി ചോദിക്കുകയാണ്, അയ്യു ജഫാഇൻ ഹാദാ യാ അബാ ഹാസിം, അബൂ ഹാസിമേ നിങ്ങൾക്കെന്താ എന്നോട് പിണക്കമുണ്ടോ? നിങ്ങൾ എന്തേ സലാം പറയാൻ വരാത്തത്? നിങ്ങൾ എന്തേ ഞാൻ വന്നിട്ട് മിണ്ടാൻ വരാത്തത്? ഉണ്ടല്ലോ, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് വന്നു, ഒരു പ്രഗൽഭനായ ഒരു നേതാവ് വന്നു, പരിസരത്തുള്ള ആലിമീങ്ങളൊക്കെ വരില്ലേ, ഒരു രാഷ്ട്രീയ നേതാക്കന്മാര് വരില്ലേ, അതുപോലെ അബൂ ഹാസിം വന്നില്ല. എന്താ നിങ്ങൾക്ക് എന്നോട് പിണക്കമുണ്ടോ? അബൂ ഹാസിം സലമത്ത് ഇബ്നു ദീനാർ തങ്ങളുടെ മറുപടി, അയ്യു ജഫാഇൻ റഅയ്ത മിന്നി യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ എന്ത് പിണക്കമാ നിങ്ങൾ നിന്ന് കണ്ടത്? നിങ്ങൾ സലാം പറയാൻ വന്നില്ലല്ലോ. അപ്പൊ പറഞ്ഞു, എനിക്ക് നിങ്ങൾ അറിയില്ലല്ലോ, ഞാനും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്. ഖലീഫക്ക് മനസ്സിലായി ഇദ്ദേഹം സാധാരണ പണ്ഡിതന്മാരെ പോലെയല്ല. ഉടനെ പറഞ്ഞു, എനിക്കൊരു സതുപദേശം താ, നിങ്ങള് ഒരു സതുപദേശം താ. അപ്പൊ പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ നിങ്ങളുടെ ബാപ്പമാർ അധികാരം ആളുകളിൽ നിന്ന് പിടിച്ചെടുത്തവരാണ്. അവരങ്ങനെ ആയിരക്കണക്കിന് ആളുകളെ, നിരപരാധികളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവരെല്ലാം അള്ളാഹുലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഖബറിലാ കിടക്കുന്നത്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് കാണിച്ചു തരാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഖലീഫ ഓർമ്മ വേണം, അള്ളാഹുവിനെ ഓർക്കണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അബൂ ഹാസിമേ നമുക്കൊക്കെ എന്താ മരിക്കാൻ എത്ര വെറുപ്പ്? മാലനാ നക്റഹുൽ ഖുദൂമ അലൽ മൗത്ത്, മരണം നമുക്ക് വെറുപ്പാവാൻ കാരണം എന്താണ്? അതിന് മറുപടി കൊടുത്തു, ലിഅന്നകും ഖറബതും ആഖിറതകും വഅമ്മർതും ദുനിയാകും, നിങ്ങൾ ഈ ലോകത്ത് ഒരുപാട് ചെയ്തു വെച്ചു, പരലോകത്തിനൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്യാതെയാ പോകുന്നത്. അപ്പൊ നമുക്ക് സമ്പാദ്യമുള്ളത് ഉപേക്ഷിച്ച് സമ്പാദ്യമില്ലാത്തിടത്തേക്ക് പോകാൻ വെറുപ്പ് വരും. ആ വെറുപ്പാണ് നിങ്ങളെ കാണിക്കുന്ന വെറുപ്പ്. അപ്പൊ ചോദിച്ചു, സുലൈമാൻ കരഞ്ഞു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് പൊട്ടിക്കരഞ്ഞു. പറഞ്ഞു, നാളെ അള്ളാഹിന്റെ അടുത്തേക്ക് എത്തുമ്പോ നമുക്ക് എന്താ നാളെ ഉണ്ടാവുക എന്നറിയാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹിന്റെ അടുത്തേക്ക് ചൊല്ലുമ്പോ എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാവോ? പറഞ്ഞു, സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ അമല് അള്ളാഹിന്റെ കിതാബും വെച്ചിട്ട് നോക്ക്. അതെങ്ങനെയാ നോക്കുക? ആയത്തുൻ ഫീ കിതാബില്ലാ, അള്ളാഹിന്റെ കിതാബിലെ ഒരായത്ത്, ആ ആയത്തിന്റെ ചേർത്ത് നിങ്ങളുടെ കർമ്മങ്ങളെ വെച്ച് നോക്കിൻ, നാളെ അള്ളാഹിന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ഓതിക്കൊടുത്തു. ഇന്നൽ അബ്റാറ ലഫീ നഈം വഇന്നൽ ഫുജ്ജാറ ലഫീ ജഹീം. ഈ രണ്ടായത്തുകള് സജ്ജനങ്ങളായ ആളുകളെ സ്വർഗത്തിലാണ്, തിന്മ ചെയ്ത ആളുകള് നരകത്തിലാണ്. ഇത്രേ പറഞ്ഞുള്ളൂ. ഇതങ്ങ് നോക്ക്. നിങ്ങൾ അബ്റാറിൽ പെടുന്നോ ഫുജ്ജാറിൽ പെടുന്നോ? അല്ലാഹു നമ്മ അബ്റാറിൽ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ശൈഖുൽ മുസ്ലിമീന ഫീ സമാനി, ഹിജ്റ 281 ലോകത്തോട് വിട പറഞ്ഞ അബ്ദുല്ലാഹ് മുബാറക് റളിയല്ലാഹു തആല അൻ മഹാനവറുകൾ വിശുദ്ധമായ ഖുർആനിലെ ആയത്ത് ഓതുകയാണ്. കണ്ണ് ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, മരണം ആസന്നമാകുന്നു. മരിക്കാൻ കിടക്കുമ്പോ ആകാശത്തേക്ക് കണ്ണുയർത്തിയിട്ട് പറഞ്ഞ വാക്കാണ് ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. ഇങ്ങനെ ഒരു സൗഭാഗ്യത്തോടെ മരിക്കാനാണ്
അധ്വാനിക്കുന്നവരൊക്കെ അധ്വാനിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ സ്വർഗം കണ്ട് മരിക്കുന്ന നേരമായിരുന്നു അത്. ആ സ്വർഗലോകം കണ്ടപ്പോ അബ്ദുല്ലാഹിൽ മുബാറക് എന്നവർ പറഞ്ഞു പോയി, ഈ ഒരു നാളിന് വേണ്ടിയാണ് അധ്വാനിക്കേണ്ടവരൊക്കെ അധ്വാനിക്കേണ്ടത്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ. അല്ലാഹു നമുക്ക് ഖാതിമത്തുൻ ഹസന, നല്ല നിലക്ക് മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് മരണം ഒരു പ്രായശ്ചിത്തമാണ് എന്നും ഹദീസുണ്ട്. അൽ മൗതു കഫാറത്തുൻ ലികുല്ലി മുസ്ലിം. മരണത്തിന് വേദനയുണ്ട്. ആ വേദനയാൽ അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് അനസ് ഇബ്നു മാലിക് എന്നവർ ഹബീബ് എന്ന് കേട്ടത് ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അൽ മൗതു കഫാറത്തുൻ ലികുല്ലി മുസ്ലിം, മരണം കൊണ്ടുണ്ടാകുന്ന വേദന, അതിനു മുമ്പുണ്ടാകുന്ന അസുഖങ്ങള്, അങ്ങനെ മരണത്തിൽ അവസാനിക്കുമ്പോ മരണത്തിന്റെ സക്കറാത്തുകൾ മുഅ്മിനായ മനുഷ്യന് കഫാറത്താണ്. ചെയ്തു പോയ പാപങ്ങൾക്ക് അല്ലാഹു തആല മാപ്പ് ചെയ്തു കൊടുക്കും. നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ പ്രയാസങ്ങൾ വന്നാൽ തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തിരുന്നില്ലേ? ടെൻഷൻ അടിച്ചാൽ തെറ്റല്ലാഹു മാപ്പ് ചെയ്തിരുന്നില്ലേ? കടം വീടാൻ നമ്മൾ ദുആയിരക്കും. കടം വീടുന്നവരെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് നമ്മുടെ തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്തിരുന്നില്ലേ? മുത്തനബി തങ്ങൾ പറഞ്ഞുവല്ലോ, വലാ യസാലുൽ ബലാഉ അലൽ ബിൽ മുഅ്മിൻ ഹത്താ യംശി അലാ വജ്ഹിൽ അർളി വലൈസ അലൈഹി ഖത്വീഅ. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുകയും ആ പരീക്ഷണങ്ങളിലായി ജീവിച്ച് മരിക്കുന്നവരെ പരീക്ഷണങ്ങൾ ഹത്താ യംശി അലൽ അർൾ, അവരെ ഭൂമിയിലൂടെ നടക്കുമ്പോ വലൈസ അലൈഹി ഖത്വീഅ, അവരുടെ ദേഹത്ത് ഒരു തെറ്റുപോലും ഉണ്ടാകില്ലത്രേ. കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ അല്ലാഹുവിന് വേണ്ടി ക്ഷമിച്ചാൽ, അങ്ങനെയാണെങ്കിൽ മരണം ഒരു പ്രായശ്ചിത്തമാണ്, മരണം ഒരു തുഹ്ഫയാണ്, സമ്മാനമാണ്. ഈ ലോകം നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയാത്ത വിധം നമ്മൾ കാരാഗൃഹത്തിലാണ്. മരണത്തിലൂടെ നമുക്ക് അല്ലാഹുവിനെ കാണാൻ കഴിയുന്ന അവസ്ഥയാണ്. അല്ലാഹു അവന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ അല്ലാഹു നമ്മെ സ്വാലിഹീങ്ങളെ സ്വീകരിക്കുന്ന പോലെ അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവിന്റെ ലിഖാഉം അവന്റെ വജ്ഹിലേക്കുള്ള നദറത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ്